അമേരിക്കൻ സ്വപ്നങ്ങളിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് ഇന്ത്യൻ യുവാക്കളുടെ പ്രധാന വഴിത്തിരിവാണ് H-1B വിസ. എന്നാൽ ഈ സംവിധാനത്തിൻ്റെ മറവിൽ നടക്കുന്നത് വൻതോതിലുള്ള അഴിമതിയും കൃത്രിമത്വവുമാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വംശജയായ അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥ മഹ്ഫാഷ് സിദ്ദിഖി. ചെന്നൈയിലെ അമേരിക്കൻ കോൺസുലേറ്റിൽ സേവനമനുഷ്ഠിച്ച കാലത്തെ തൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ ആഗോള IT മേഖലയെയും കുടിയേറ്റ നയങ്ങളെയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്നതാണ്. സെൻറ്റർ ഫോർ ഇമിഗ്രേഷൻ സ്റ്റഡീസിനായി എഴുതിയ ലേഖനത്തിൽ ഭാരതത്തിലെ ചില നഗരങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന വ്യാജരേഖ നിർമ്മാണത്തെക്കുറിച്ചും അത് അമേരിക്കൻ തൊഴിൽ സുരക്ഷയെ എങ്ങനെ ബാധിക്കുന്നുവെന്നതിനെക്കുറിച്ചും അവർ കൃത്യമായി പ്രതിപാദിക്കുന്നുണ്ട്. അമേരിക്കയിലെ കമ്പനികൾക്ക് തദ്ദേശീയമായി ലഭ്യമല്ലാത്ത വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കാൻ അനുവദിക്കുന്ന സംവിധാനമാണ് H-1B വിസ. എന്നാൽ ഈ വൈദഗ്ധ്യം എന്ന വാക്കിനെ ചിലർ എങ്ങനെ ദുരുപയോഗം ചെയ്യുന്നു എന്നതാണ് മഹ്ഫാഷ് സിദ്ദിഖിയുടെ ലേഖനം ചൂണ്ടിക്കാണിക്കുന്നത്. ഹൈദരാബാദിലെ അമീർപേട്ട് പോലെയുള്ള ഇടങ്ങളിൽ വ്യാജ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളും കൃത്രിമമായ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകളും വ്യാജ വിവാഹ ജനന സർട്ടിഫിക്കറ്റുകളും യഥേഷ്ടം ലഭ്യമാണെന്ന് അവർ ആരോപിക്കുന്നു. തൊഴിൽ നൈപുണ്യമില്ലാത്തവർ പോലും പണവും സ്വാധീനവും ഉപയോഗിച്ച് അമേരിക്കയിലേക്ക് കടക്കുന്നത് ഒരു സുനാമി പോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെന്നൈ കോൺസുലേറ്റിനെ ലോകത്തിലെ H-1B വിസ തട്ടിപ്പിൻ്റെ തലസ്ഥാനമെന്നാണ് അവർ വിശേഷിപ്പിച്ചത്. അപേക്ഷകരുടെ എണ്ണത്തിലുണ്ടായ അമിതമായ വർധനവ് പരിശോധനാ സംവിധാനങ്ങളെപ്പോലും സമ്മർദ്ദത്തിലാക്കുന്നുവെന്ന് അവർ വ്യക്തമാക്കുന്നു. 2005 മുതൽ 2007 വരെയുള്ള കാലഘട്ടത്തിൽ ചെന്നൈയിലെ വിസ ഓഫീസറായിരുന്ന സിദ്ദിഖി താൻ നേരിട്ട് കണ്ട കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് വിശദീകരിക്കുന്നത്. കമ്പ്യൂട്ടർ സയൻസ് ബിരുദമുണ്ടെന്ന് അവകാശപ്പെട്ടെത്തുന്ന പലർക്കും ലളിതമായ കോഡിംഗ് ടെസ്റ്റുകൾ പോലും പൂർത്തിയാക്കാൻ കഴിയാറില്ല. എന്നിട്ടും ഇവർ എങ്ങനെ വിസ നേടുന്നു എന്നത് ഗൗരവകരമായ ചോദ്യമാണ്. ഇതിനു പിന്നിൽ ഇന്ത്യയിലും അമേരിക്കയിലുമുള്ള HR ഉദ്യോഗസ്ഥരുടെ വലിയൊരു ശൃംഖല തന്നെയുണ്ടെന്ന് അവർ പറയുന്നു. വിസ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ നൽകുന്ന കൈക്കൂലിയും ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് അപേക്ഷകരോടുള്ള അമിതമായ ചായ്വും അർഹതയില്ലാത്തവർക്ക് വിസ ലഭിക്കാൻ കാരണമാകുന്നു. ഇതിനെ കള്ളന്മാർക്കിടയിലെ അന്തസ് എന്നാണ് സിദ്ദിഖി വിശേഷിപ്പിച്ചത്. അമേരിക്കയിലെ പല IT കമ്പനികളിലെയും ഇന്ത്യൻ മാനേജർമാർ സ്വന്തം നാട്ടുകാരെ മാത്രം നിയമിക്കുകയും അമേരിക്കൻ ഉദ്യോഗാർത്ഥികളെ ബോധപൂർവം ഒഴിവാക്കുകയും ചെയ്യുന്ന രീതിയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ വിസ തട്ടിപ്പിൻ്റെ ഏറ്റവും വലിയ ഇരകൾ അമേരിക്കയിലെ IT ബിരുദധാരികളാണെന്ന് ലേഖനം ചൂണ്ടിക്കാണുന്നു. ഇതിനെ കള്ളന്മാർക്കിടയിലെ അന്തസ് എന്നാണ് സിദ്ദിഖി വിശേഷിപ്പിച്ചത്. അമേരിക്കയിലെ പല IT കമ്പനികളിലെയും ഇന്ത്യൻ മാനേജർമാർ സ്വന്തം നാട്ടുകാരെ മാത്രം നിയമിക്കുകയും അമേരിക്കൻ ഉദ്യോഗാർത്ഥികളെ ബോധപൂർവം ഒഴിവാക്കുകയും ചെയ്യുന്ന രീതിയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ വിസ തട്ടിപ്പിൻ്റെ ഏറ്റവും വലിയ ഇരകൾ അമേരിക്കയിലെ IT ബിരുദധാരികളാണെന്ന് ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. കഠിനാധ്വാനം ചെയ്ത് പഠിച്ചിറങ്ങുന്ന അമേരിക്കൻ യുവാക്കൾക്ക് തൊഴിലില്ലാതാവുകയും പകരം കുറഞ്ഞ ശമ്പളത്തിൽ എത്തുന്ന വേണ്ടത്ര യോഗ്യതയില്ലാത്ത H-1B ജീവനക്കാരെ നിയമിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും തങ്ങളുടെ ജോലി നഷ്ടപ്പെടുന്നതിന് മുമ്പ് പകരം വരുന്ന വിദേശിക്ക് ജോലി പഠിപ്പിച്ചു കൊടുക്കേണ്ട ഗതികേടിലാണ് ഇവിടുത്തെ തൊഴിലാളികൾ ഭൂരിഭാഗവും. സിലിക്കൺ വാലിയിലെ വമ്പൻ കമ്പനികൾ അമേരിക്കൻ പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും സിദ്ദിഖി ആരോപിക്കുന്നുണ്ട്. അമേരിക്കൻ തൊഴിലാളികൾക്ക് മതിയായ വൈദഗ്ധ്യമില്ലെന്ന കള്ളം പ്രചരിപ്പിച്ചാണ് ഈ വില കുറഞ്ഞ തൊഴിൽ ശക്തിയെ കമ്പനികൾ നിലനിർത്തുന്നത്. ഇത് IT മേഖലയിലെ പ്രൊഫഷണലിസത്തെ തന്നെ തകർക്കുന്ന ഒരു കാര്യമാണ്. H-1B സംവിധാനം പൂർണ്ണമായും തകരാതിരിക്കാൻ മഹ്ഫാഷ് സിദ്ദിഖി ചില ശക്തമായ പരിഷ്കാരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മുഴുവൻ വിസ പ്രോഗ്രാമും ഒരു വലിയ ഓഡിറ്റിന് വിധേയമാക്കുന്നതുവരെ പുതിയ വിസകൾ നൽകുന്നത് താൽക്കാലികമായി നിർത്തണം എന്നതാണ് അതിൽ പ്രധാനം. ബിരുദങ്ങൾ, തൊഴിൽ പരിചയം എന്നിവ പരിശോധിക്കാൻ അത്യാധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്നും തദ്ദേശീയരായ സയൻസ്, ടെക്നോളജി ബിരുദധാരികൾക്ക് നിയമനങ്ങളിൽ മുൻഗണന നൽകണമെന്നും അവർ ആവശ്യപ്പെടുന്നു. കമ്പനികളിൽ നടക്കുന്ന സ്വജനപക്ഷപാതം തടയാൻ നിയമനിർമ്മാണം വേണം. കൂടാതെ തട്ടിപ്പ് നടത്തുന്ന കമ്പനികൾക്കും വ്യക്തികൾക്കുമെതിരെ കർശനമായ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുകയും സൈറ്റ് ഇൻസ്പെക്ഷനുകൾ വർദ്ധിപ്പിക്കുകയും വേണം. ഈ വെളിപ്പെടുത്തലുകൾ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള കുടിയേറ്റ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വിദേശത്തു നിന്നുള്ള പണമൊഴുക്കിൻ്റെ പ്രധാന സ്രോതസ്സാണ് അമേരിക്കയിലെ IT ജീവനക്കാർ. എന്നാൽ വ്യാജരേഖകളിലൂടെയുള്ള ഈ കുടിയേറ്റം യഥാർത്ഥ പ്രതിഭകൾക്ക് ലഭിക്കേണ്ട അവസരങ്ങളെയാണ് ഇല്ലാതെയാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച ഗവേഷകരും എഞ്ചിനീയർമാരും ഈ വിസയിലൂടെ അമേരിക്കയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകുന്നുണ്ടെന്നത് മറക്കാനാവില്ല. എന്നാൽ ഒരു വിഭാഗം നടത്തുന്ന ക്രമക്കേടുകൾ മൂലം അർഹരായവർ സംശയത്തിൻ്റെ നിഴലിലാകുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ ഖേദകരമായ വസ്തുത. മഹ്ഫാഷ് സിദ്ദിഖിയുടെ വാക്കുകൾ കേവലം ഒരു വിമർശനമല്ല, മറിച്ച് ദശകങ്ങളായി തുടരുന്ന ഒരു അഴിമതി ശൃംഖലയിലേക്കുള്ള വിരൽ ചൂണ്ടലാണ്. മെറിറ്റ് അഥവാ യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള ഒരു സിസ്റ്റത്തെ അഴിമതി എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമാണിത്. അമേരിക്കൻ ഭരണകൂടം ഈ വിഷയത്തിൽ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള വിസ അപേക്ഷകർക്ക് കൂടുതൽ കർശനമായ പരിശോധനകൾ നേരിടേണ്ടി വരും.
യോഗ്യതയുള്ളവർക്ക് മാത്രം അവസരം ലഭിക്കുന്ന സുതാര്യമായ ഒരു സംവിധാനത്തിലേക്കുള്ള മാറ്റം ഇന്ത്യൻ IT മേഖലയുടെ കൂടി അന്തസ്സ് വീണ്ടെടുക്കാൻ അത്യാവശ്യമാണ്. ആഗോള വിപണിയിൽ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ വിശ്വാസ്യത നിലനിർത്താൻ ഇത്തരം ശുദ്ധീകരണങ്ങൾ അനിവാര്യമായിരിക്കുന്നു ഈ കാലത്ത്.